കണ്ണൂർ ആറളം ഫാമിൽ ആദിവാസി ദമ്പതികൾ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ പ്രതിഷേധ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തുന്നു. മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നതിൽ വീഴ്ച പറ്റിയെന്ന് മന്ത്രി. അതേസമയം ഫാമിലെ ആനകളെ തുരത്താൻ ഇന്നു രാത്രി തന്നെ നടപടി തുടങ്ങാനും മരിച്ചവരുടെ കുടുംബത്തിലെ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകാനും സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചെയ്തുകൊണ്ട്. രാജേഷ്, നമ്മൾ കണ്ടതാണ് നാട്ടുകാർ മൊത്തത്തിൽ അങ്ങ് പ്രതിഷേധമായിരുന്നു. കാരണം ഇത്രയും വലിയൊരു അപകടം അവിടെ ഉണ്ടായി. ഈ മന്ത്രിക്കെതിരെയും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടോ? ഈ വനം മന്ത്രി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ നാട്ടുകാർ അംഗീകരിച്ചിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? ഹരിത, നീണ്ട മണിക്കൂറുകൾ നീണ്ട ഈ പ്രതിഷേധത്തിനൊടുവിൽ ഇപ്പോൾ വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ ഇപ്പോൾ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ ചർച്ച നടത്തുകയാണ്. ഇപ്പോൾ നാട്ടുകാരുമായി പ്രധാനമായും ചർച്ച നടത്തുകയാണ്. ഈ നാട്ടുകാർ പ്രതിഷേധത്തിൽ പ്രധാനമായി പറയുന്നത് നിരന്തരം വന്യജീവി ആക്രമണത്തിൽ യാതൊരു നടപടി സ്വീകരിക്കാത്തതിനെ പറ്റിയിട്ട് വനമന്ത്രിക്കെതിരെ പ്രതിഷേധം ഉയർത്തുകയാണ്. അതേസമയം തന്നെ ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിൽ ചില തീരുമാനങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഇന്ന് 8 മണിയോടെ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടെ ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ജനവാസ മേഖലയിലുള്ള ആനകളെ തുരത്താനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ഈ സർവകക്ഷി യോഗത്തിൽ പ്രധാനമായും തീരുമാനമെടുത്തിട്ടുള്ളത്. അതേസമയം തന്നെ AI അടക്കമുള്ള സംവിധാനങ്ങൾ, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഈ വന്യജീവി ആക്രമണം തടയാൻ ഇപ്പോൾ ആറളം ഫാമിന് സമീപ മേഖലയിൽ തന്നെ അതിനുള്ള സംവിധാനം ഒരുക്കും. ഈ മരിച്ച ഈ ദമ്പതിമാരുടെ മക്കളിൽ ഒരാൾക്ക് ഒരു താൽക്കാലിക വനംവകുപ്പിൽ ഒരു താൽക്കാലിക ജോലി നൽകും. അതേസമയം തന്നെ മറ്റൊരു ധനസഹായമായ 20 ലക്ഷത്തിൽ 10 ലക്ഷം ഉടൻ കൈമാറുമെന്നൊരു കാര്യം കൂടി സർവകക്ഷി യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. പ്രധാനമായും ഈ വന്യജീവി ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ ഈ ദമ്പതിമാർ അല്ലെങ്കിൽ ഈ വന്യജീവി ആക്രമണം തടയുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടി സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ സംഭവ സ്ഥലത്ത് എത്താതെ ഈ ഒരു മൃതദേഹം സംസ്കരിക്കാനോ മറ്റ് നടപടിക്രമത്തിന്റെ ഭാഗമായി കൊണ്ടുപോകാനോ സാധിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു. നീണ്ട 4 മണിക്കൂറിലധികമായി ഈ മൃതദേഹം, ഈ ആംബുലൻസിലുള്ള 2 മൃതദേഹങ്ങൾ നാട്ടുകാർ തടഞ്ഞത്. അതിൽ ജനപ്രതിനിധികളടക്കം, SP അടക്കം, ഈ കളക്ടർ അടക്കം ചേർന്നുള്ള യോഗത്തിൽ അല്ലെങ്കിൽ ചർച്ചയിൽ തന്നെ ചർച്ച നടത്തിയെങ്കിലും ഒരു തീരുമാനമായിട്ടില്ലായിരുന്നു. അതിനുശേഷമാണ് ഈ സർവകക്ഷി യോഗം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ ഇപ്പോൾ പ്രതിഷേധം നടക്കുന്ന സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. പ്രധാനമായും ഫെൻസിംഗ് അടക്കമുള്ള അല്ലെങ്കിൽ ആനമതിലടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ വനംവകുപ്പ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് പറ്റിയ വീഴ്ചകൾ, അതാണ് പ്രധാനമായും പ്രതിഷേധക്കാർ വനംവകുപ്പിനെതിരെയും ഈ എ.കെ. ശശീന്ദ്രനെതിരെയും പ്രധാനമായും ഉയർത്തുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ 4 മണിക്കൂറിലധികമായി നീണ്ട ആ പ്രതിഷേധത്തിനൊടുവിൽ ഇപ്പോൾ വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ സംഭവ സ്ഥലത്ത് എത്താനുള്ള കാരണം. ഇപ്പോൾ നിലവിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ സർവകക്ഷി യോഗത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. AI അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ ജനവാസ മേഖലയിൽ എത്തുന്ന കാട്ടാനകളെ തുരത്താനുള്ള അല്ലെങ്കിൽ ഇനിയൊരു മരണം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന കാര്യം കൂടി ഇപ്പോൾ എ.കെ. ശശീന്ദ്രൻ നാട്ടുകാരുമായി സംസാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും വന്യജീവി ആക്രമണത്തിൽ ജീവൻ പൊലിയാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏത് വകുപ്പിനാണ് വീഴ്ച പറ്റിയെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അല്ലെങ്കിൽ ആ കാര്യം കൂടി അന്വേഷിക്കാൻ ഇപ്പോൾ എ.കെ. ശശീന്ദ്രൻ അന്വേഷിക്കുമെന്നും എ.കെ. ശശീന്ദ്രൻ ഇപ്പോൾ ഈ നാട്ടുകാരുമായി സംസാരിക്കുന്നു. എന്തായാലും നീണ്ട മണിക്കൂറുകൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ മൃതദേഹം അല്ലെങ്കിൽ ഈ പ്രതിഷേധ സ്ഥലത്ത് ഇപ്പോൾ മന്ത്രി എ.കെ. ശശീന്ദ്രൻ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. ഇന്ന് വൈകിട്ടോടെയായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധം. ഈ പോസ്റ്റ്മോർട്ടം നടപടി കഴിഞ്ഞ് ഈ ബന്ധുക്കൾക്ക് മൃതദേഹം സംസ്കരിക്കാനുള്ള ഭാഗമായി ഈ വീടിന് ഒരു 100 കിലോമീറ്റർ അകലെ ഈ വാഹനങ്ങൾ അല്ലെങ്കിൽ ആംബുലൻസ് ഈ നാട്ടുകാർ തടയുന്നത്. തൊട്ടു പിന്നാലെ SP അടക്കമുള്ള സബ് കളക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ പ്രതിഷേധ സ്ഥലത്തെത്തുന്നു. ഈ നാട്ടുകാരുമായി ഒരു ചർച്ച നടത്തുന്നു. അതിലൊന്നും ഈ വഴങ്ങാതെ ഈ പ്രതിഷേധം അണപൊട്ടുന്ന പ്രതിഷേധം അല്ലെങ്കിൽ ജനരോഷം, അടങ്ങാത്ത ജനരോഷത്തിന്റെ പിന്നാലെയാണ് ഇപ്പോൾ എ.കെ. ശശീന്ദ്രൻ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. ഇനി ഈ വരും മണിക്കൂറിലായിരിക്കാം ഇനി ഈ
ഈ സംസ്കരിക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ നടക്കുക. എന്തായാലും വനവകുപ്പിനെ സംബന്ധിച്ചോളം ഈ നിരന്തര വന്യജീവി ആക്രമണം അല്ലെങ്കിൽ മലബാറെ സംബന്ധിച്ചോളം നിരന്തര വന്യജീവി ആക്രമണം നടക്കുന്ന കണ്ണൂരും മലപ്പുറം അടക്കമുള്ള വയനാട് അടക്കമുള്ള ജില്ലകളിൽ അതിനെ വന്യജീവി ആക്രമണത്തിൽ മരണം വിവിധ ജീവനുകൾ പൊലിയുന്ന സാഹചര്യത്തിൽ അതിനെ തടയാനുള്ള നടപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ വേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾക്കോ വനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടി സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധിക്കാൻ ഈ രീതിയിൽ ഒരു 4 മണിക്കൂറിലധികമായി ഈ മൃതദേഹം തടഞ്ഞൊരു രീതിയിൽ പ്രതിഷേധിക്കുന്നത്. എന്തായാലും ഈ അല്പസമയത്തിനകം ഇതിൽ ഒരു തീരുമാനമുണ്ടാകും. ഈ മൃതദേഹം സംസ്കരിക്കുന്ന കാര്യത്തിലും അല്ലെങ്കിൽ ചർച്ച ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകും അല്ലെങ്കിൽ മന്ത്രി നൽകിയ വാക്കിൽ ഈ പ്രതിഷേധക്കാർ ഏതെല്ലാം രീതിയിൽ സ്വീകരിക്കും എന്നുള്ള കാര്യമെല്ലാം ഇനി അല്പസമയത്തിനകം അറിയാം. എന്തായാലും സർവകക്ഷി യോഗത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. AI അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഈ താൽക്കാലിക ഫെൻസിങ് ഉപയോഗിച്ച് ആനമതിൽ അല്ലെങ്കിൽ നിർത്തിവെച്ച ആനമതിലിൻ്റെ തുടർ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കും. ഇനിയൊരു ജീവൻ പൊലിയാത്ത സാഹചര്യത്തിൽ പൊലിയാതിരിക്കാനുള്ള നടപടി ക്രമങ്ങൾ വനവകുപ്പ് സ്വീകരിക്കുമെന്നും കൂടി പറയുന്നുണ്ട്. പ്രധാനമായും ഇന്ന് അല്പസമയം മുമ്പ് പ്രതിഷേധ സ്ഥലത്തെത്തിയ AK ശശീന്ദ്രൻ പറയുന്നത് വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വീഴ്ച പറ്റി എന്നൊരു കാര്യം കൂടി നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നു. അതേസമയം തന്നെ സർവകക്ഷി യോഗത്തിൽ ചേർന്ന എടുത്ത തീരുമാനങ്ങൾ ഈ മന്ത്രിയുടെയും കളക്ടറിന്റെയും നേതൃത്വത്തിൽ എടുത്ത തീരുമാനങ്ങൾ ഉടനടി നടപ്പിലാക്കാനാണ് ഇപ്പോൾ വനവകുപ്പ് ആലോചിക്കുന്നത്. അതേസമയം തന്നെ മരിച്ച ഈ ദമ്പതിമാരുടെ മക്കളിൽ ഒരാൾക്ക് ഒരു താൽക്കാലിക വനവകുപ്പിൽ ഒരു താൽക്കാലിക ജോലി നൽകാനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ പ്രതിഷേധിക്കുന്ന നാട്ടുകാരുമായി സംസാരിച്ച് ഒരു തീരുമാനമെടുക്കുമെന്ന് ഒരു ശുഭപ്രതീക്ഷ അല്ലെങ്കിൽ ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കും അല്ലെങ്കിൽ വനവകുപ്പ് സ്വീകരിക്കുമെന്നൊരു ശുഭപ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ ചർച്ച നടത്തുന്നത്. ഹരിത. ശരി, രാജേഷാണ് വിവരങ്ങൾ നൽകിയത്.